നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രൈവറ്റ് ഏരിയ, സ്വകാര്യ ഭാഗങ്ങളിൽ കണ്ടുവരുന്ന ഡിസ്കളറേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇത് വളരെ മോശമാണെന്ന് വിചാരിച്ച് ധാരാളം ഹോം റെമഡീസ് ചെയ്യുന്നവരും ഉണ്ട്. അതായത് തൈര് വെച്ച് തേക്കുക, നാരങ്ങ വെച്ച് തേക്കുക, തക്കാളി വെച്ച് തേക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാരണം അറിഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഒന്നാമത്തെ ഒരു കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ്, അതായത് സ്ത്രീകളിലും പുരുഷന്മാരും പ്രായപൂർത്തിയാകുന്ന സമയത്ത് ഒരു പ്യൂബേർട്ടി സ്റ്റേജിൽ അവരുടെ ഹോർമോൺസ് ഒന്ന് ചേഞ്ചസ് ആകും. ഫീമെയിൽ ഹോർമോണും മെയിൽ ഹോർമോണൊക്കെ ഒന്ന് ചേഞ്ചസ് ആകും. ഈ ഒരു കാരണം കൊണ്ടും ഈ പ്രൈവറ്റ് ഏരിയയിൽ ഡിസ്കളറേഷൻ ഉണ്ടാകും. ചില ആളുകൾക്ക് കക്ഷത്തിന്റെ ഭാഗത്തും കഴുത്തിന്റെ ഭാഗത്തും ഒരു ചേഞ്ചസ് കണ്ടുവരാറുണ്ട്. പിന്നെ സ്ത്രീകൾ പീരീഡ്സ് ആകുന്ന സമയത്ത്, മുലയൂട്ടുന്ന സമയത്ത്, ഗർഭിണികളാകുന്ന സമയത്ത്, PCOD കണ്ടീഷൻ, അതുപോലെ തന്നെ ബർത്ത് കൺട്രോൾ പിൽസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ എടുത്തു വരികയാണെങ്കിൽ അവരിലും ഈ ഒരു ഡിസ്കളറേഷൻ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. രണ്ടാമത്തെ ഒരു കാരണമാണ് ഫ്രിക്ഷൻ മൂലം. അതായത് വെയിറ്റ് ഒക്കെ നന്നായിട്ട് കൂടുന്ന സമയത്തുണ്ടല്ലോ, തുടകൾ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ ഫ്രിക്ഷൻ ഇങ്ങനെ ഒരയാനായിട്ട് തുടങ്ങും. ആ ഒരു കാരണങ്ങൾ കൊണ്ടും, അതുപോലെ അണ്ടർവെയർസ്, ടൈറ്റ് ആയിട്ടുള്ള അണ്ടർവെയർ യൂസ് ചെയ്യാണ്, ഈ സിന്തറ്റിക് ആയിട്ടുള്ള നൈലോൺ പോലെയുള്ള അണ്ടർവെയർ ഒക്കെ യൂസ് ചെയ്യുമ്പോഴും വിയർപ്പ് അങ്ങനെ നിന്നിട്ട് അങ്ങനെ തുടകൾ ഒരിഞ്ഞിട്ടും അവിടെയും അത്തരത്തിലുള്ള ഒരു കാരണം കൊണ്ടും ഡിസ്കളറേഷൻ ഉണ്ടാകാം. അടുത്ത വലിയൊരു കാരണമാണ് ചിന്തിക്കാതെ പലരും ഈ ബിക്കിനി ഏരിയയിൽ ഹെയർ റിമൂവൽ ക്രീം, അതുപോലെ തന്നെ ഹെയർ വാക്സിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ ഹെയർ റിമൂവൽ ക്രീമിൽ ധാരാളം കെമിക്കൽസ് പോലെയുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹെയർ വാക്സിങ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടുത്തെ സ്കിന്നിന് ധാരാളം ഇറിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇതിലൂടെയും അവിടെ ഡിസ്കളറേഷൻ ഉണ്ടാകാനുള്ള വലിയൊരു കാരണങ്ങളുണ്ട്. അപ്പൊ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഏരിയയിൽ കത്രിക കൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് നിങ്ങൾക്ക് ആ ഹെയറിനെ നിർത്താവുന്നതുമാണ്. മറ്റൊരു റീസൺ ആണ് കൂടുതലായിട്ട് വിയർപ്പ് വരിക. അപ്പൊ ഈ കൂടുതലായിട്ട് വിയർപ്പ് വരുന്ന സമയത്ത് ഇതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അണ്ടർവെയർസിന് ഇങ്ങനെ ഉരഞ്ഞിട്ട് അങ്ങനെയും ഒരു ഡിസ്കളറേഷൻ ഉണ്ടാകാം. വിയർപ്പ് ഇരുന്നിട്ട് ഇൻഫെക്ഷൻസ് വന്നിട്ടും അവിടെ ഒരു കറുപ്പ് നിറം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അഞ്ചാമത്തെ ഒരു കാരണമാണ് ഡയബറ്റിക് കണ്ടീഷൻ. പലർക്കും ഇത് അറിയുന്നുണ്ടായിരിക്കില്ല. ഡയബറ്റിക് കണ്ടീഷൻസിലും പല ആളുകൾക്കും കക്ഷത്തിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ഏരിയയിലും ഡിസ്കളറേഷൻസ് കണ്ടുവരാറുണ്ട്. ഇനി ഇതെങ്ങനെ മാറ്റിയെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, ദിവസവും നിങ്ങൾ പ്രൈവറ്റ് ഏരിയ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെക്കുക. കഴുകുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ബോഡി വാഷ് പോലെയുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നീമില്ല, അരിവേപ്പില, അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും സോപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെയും യൂസ് ചെയ്യാം. ഹാർഷ് ആയിട്ടുള്ള സോപ്പ് അധികം യൂസ് ചെയ്യാതിരിക്കുക. എന്നിട്ട് അവിടേക്ക് വൃത്തിയായിട്ട് കഴുകി നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കാനും കൂടി നോക്കുക. പലരും കാണാൻ പറ്റും ബാത്റൂമിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അണ്ടർവെയർ യൂസ് ചെയ്യുന്നവര്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അങ്ങനെയും അവിടെ വെറ്റായിട്ട് അത്തരത്തിലും ഡിസ്കളറേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. എപ്പോഴും നിങ്ങൾ വാഷ്റൂമിൽ പോയി വന്നപ്പോഴും അപ്പോഴൊക്കെ നിങ്ങൾ അവിടെ ഡ്രൈ ആക്കിയിട്ട് സൂക്ഷിച്ചു വെക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ടൈറ്റ് ആയിട്ടുള്ള അണ്ടർവെയർസ് അധികം യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ സിന്തറ്റിക് ആയിട്ടുള്ള നൈലോൺ തുണിയുടെ ഒന്നും അധികം യൂസ് ചെയ്യാതിരിക്കുക. ഇത് കൂടുതലായിട്ട് വിയർപ്പുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലും അവിടെ ഡിസ്കളറേഷൻ ഉണ്ടാക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റിയിട്ട് കോട്ടന്റെ നല്ല പ്യൂർ ആയിട്ടുള്ള അണ്ടർവെയർസ് യൂസ് ചെയ്യാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരും ഈ ഒരു ഭാഗത്ത് വെളുക്കാനുള്ള ഒരു പേരില് തൈര്, നാരങ്ങ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വരാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. കാരണം പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടൊരു ഭാഗമാണ്. ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിന് ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പലതരം ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇനി സേഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ കിട്ടില്ലേ, വെർജിൻ കോക്കനട്ട് ഓയിൽ ഒക്കെ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഒരു ടീസ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ കസ്തൂരി മഞ്ഞൾ, നമ്മുടെ നോർമൽ ആയിട്ടുള്ള കറിയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഉപയോഗിക്കരുത്. കസ്തൂരി മഞ്ഞൾ ഒരു 1/4 ടീസ്പൂൺ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പ്രൈവറ്റ് ഏരിയ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്ത്രീകൾ ഒരിക്കലും ഉള്ളിൽ അപ്ലൈ ചെയ്യരുത്, പുറത്ത് മാത്രം അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു അരമണിക്കൂർ 1 മണിക്കൂർ വരെ നമുക്ക് ആ ഒരു ഭാഗത്ത് വെക്കാം. എന്നിട്ട് കുറച്ച് കടലമാവ് അങ്ങനെ വെച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ചിലവർക്ക് അത് ഇത്രയും ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവര് കുറച്ച് കടലമാവ് ഉപയോഗിച്ച് ആ ഒരു ഭാഗത്ത് വാഷ് ചെയ്തിട്ട് കിടന്നുറങ്ങാം. ഇത് നിങ്ങൾ നിത്യമായിട്ട് ചെയ്തു വരിക. എഗെയിൻ നിങ്ങൾ ചെയ്തു വന്ന ഒരു ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്. ഇത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളും കൂടി നോക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പൊ എന്തെങ്കിലും ഹോർമോണൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ മാറ്റാനും കൂടി ശ്രദ്ധിക്കണം. എന്ത് കാരണമാണോ ആ കാരണങ്ങൾ നിങ്ങൾ മാനേജ് ചെയ്ത് ഇത്തരത്തിലുള്ള റെമഡീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ അതും കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം നിങ്ങൾ കുടിക്കുക. ബോഡിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കിയിട്ട് വെക്കുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് കഴിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. കാരണങ്ങൾ മനസ്സിലാക്കി മാത്രം ഓരോ കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.